ഘോഷയാത്രയുടെ തുടക്കം. 26 അംഗ പേടകവാഹക സംഘമാണ് പേടകങ്ങൾ വഹിക്കുന്നത്. കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് പേടകവാഹക സംഘമുള്ളത്. ആദ്യ സ്വീകരണം മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു. ഇനി വരുന്ന വഴിയിലൊക്കെ തന്നെ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 14 ഇടങ്ങളിലെ സ്വീകരണമാണ് ആദ്യ ദിവസം ഉള്ളത്. ഇന്ന് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഘോഷയാത്ര അംഗങ്ങൾ വൈകുന്നേരം ഐരൂർ ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. തുടർന്ന് 2ാം ദിവസം പുലർച്ചെ 2:30 ഘോഷയാത്ര പുനരാരംഭിക്കും. അങ്ങനെ പെരുന്നാട് വടശ്ശേരിക്കര മേഖലകൾ പിന്നിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് 2ാം ദിവസത്തെ താവളം. തുടർന്ന് 3ാം ദിവസം പുലർച്ചെ 2 മണിക്കാണ് ഘോഷയാത്ര പുനരാരംഭിക്കുന്നത്. അവിടെ നിന്നും നിലയ്ക്കൽ, അട്ടത്തോട്, വെനിയാലവട്ടം, ചെറിയാനവട്ടം മേഖലകൾ പിന്നിട്ട് വൈകുന്നേരം 6 മണിയോടുകൂടി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരും. തുടർന്ന് ആചാരപരമായ സ്വീകരണങ്ങളുണ്ട്. 3 പേടകങ്ങളാണ് പ്രധാനമായും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. 1ാമത്തെ പേടകത്തിൽ ശബരിമല ധർമ്മശാസ്താവിന് അണിയിക്കാനുള്ള ആഭരണങ്ങളാണ്. 2ാമത്തെ പെട്ടിയിൽ പൂജാ പാത്രങ്ങളും 3ാമത്തെ പേടകത്തിൽ ഉള്ളത് ശബരിമലയിലെ വിശിഷ്ട ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന കൊടിയും നെറ്റിപ്പട്ടവും അടക്കമുള്ള കാര്യങ്ങളാണ്. ഏറെ ദിവസത്തെ നോമ്പ് നോട്ട് വ്രതം നോറ്റാണ് പേടകവാഹക സംഘങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. കിലോമീറ്ററുകൾ നീളുന്ന യാത്രയിൽ 100 കണക്കിന് ഭക്തർ വിവിധയിടങ്ങളിൽ നിന്നും ഇതിൻ്റെ ഭാഗമാകും. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് അല്പം വ്യത്യാസം വരുത്തിയിരുന്നു. കൊട്ടാരം കുടുംബാംഗത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള അശുദ്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും കൊട്ടാര വളപ്പിലെ പ്രത്യേകമായ ഒരുക്കിയ സ്ഥലത്തേക്ക് ഇതിൻ്റെ ചടങ്ങുകൾ മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുരോഗമിക്കുന്നത്. പന്തളത്തു നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.